ഗൈസ് വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് 2.0. അപ്പം ഇന്ന് നല്ല വെയിലൊക്കെയാണ്, പിന്നെ ഇന്ന് അവധി ദിവസമാണ്. അപ്പം പുറത്തൊന്നും പോകാനും പറ്റില്ല. അപ്പം ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പം എന്തെങ്കിലും കഴിക്കണം. എന്തായാലും ഇപ്പം ഈവനിങ് ആയി, അപ്പം എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഉള്ളിവട ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയില്ല, അതിൽ ചേരുവയൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണ്. കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണെന്നാണ് തോന്നുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്മ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ഇവിടുത്തെ ആൻറ്റി തന്നെ, അവിടുത്തെ ഏതൊരു ആൻറ്റി കൊടുത്തതാണ്. ഇവിടെ കയ്യില് റേറസ്റ്റ് കുറച്ച് കല്ലൊക്കെ ഉണ്ട്. ഇതൊക്കെ റേറസ്റ്റ് ടൈപ്പ്, ഇതൊക്കെ റേറാട്ടോ. പിന്നെ കാണുന്നവർക്കൊക്കെ ചോദിക്കുക എല്ലാവരും ഇത് പറയാം, ഈദ് അൽ അദ്ഹ. അപ്പം പ്രത്യേകിച്ച് മുസ്ലിംകാർക്ക് ഇപ്പം ഇതെന്താണ് ഫാസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഫാസ്റ്റിംഗ് നാളെയല്ലേ ഈദ്. അപ്പം എല്ലാവർക്കും ഈദ് ആശംസകൾ. നാളെ അല്ലേ എല്ലാവരും അടിച്ചു പൊളിക്കാവുന്ന ദിവസം. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ഈദ് അൽ അദ്ഹ. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യുന്ന പരിപാടികൾ നോക്കാം. ഒഴിക്കുന്നു. ഇതാ എണ്ണ ഒഴിച്ച് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ നല്ല എണ്ണയൊക്കെ ഒഴിച്ച് ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണ് കമൻറ്റ് ചെയ്യുക, വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇതാ ഓയിലൊക്കെ ചൂടായി, എണ്ണയൊക്കെ ചൂടായി റെഡിയായി വരുന്നുണ്ട്. അപ്പം ഈ ഉള്ളിവടയുടെ ചേരുവ അറിയണ്ടേ? ഓക്കെ, അപ്പം ഇതിന് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് 3 സവാള കേട്ടോ. നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടോ അത്രയും സവാള എടുക്കാം. ഞങ്ങൾ 3 സവാള ആട്ടോ എടുത്തത്. 3 സവാള, ഒരു ഹാഫല്ല നല്ല ചെറിയൊരു ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 2 സ്പൂൺ 2 തവിയില്ലേ, വലിയൊരു തവി, അത് 2 തവി മൈദ, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും അതെല്ലാം കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് കുറച്ച് മുളക് പൊടിയും ഇട്ട് കളറിൻ്റെ മുളക് പൊടി തന്നെ കളർ കിട്ടാനാണ്, അല്ലാതെ എരിവിനാണ് നമ്മൾ പച്ചമുളക് ഇട്ടിരിക്കുന്നത്. കളറിനാണ് നമ്മൾ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് ഭയങ്കര വെള്ളമാകരുത്, നോർമൽ മീഡിയത്തിൽ വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഓക്കെ, അപ്പം നമ്മളിതാ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും വെയിറ്റ് ചെയ്യുക. യെസ്, ചൂടായോ എന്ന് നോക്കുവാണ്. ചൂടായി. ഉരുട്ടി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നല്ല ദിവസം കാണാം. ഫ്രൈ ആയി അതൊന്ന് ഫ്രൈ ആയി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല മുരിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈദുൽ ഫിത്തറായിട്ട് കുറേ പേർക്ക് പബ്ലിക് ഹോളിഡേ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ? നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? എന്തെങ്കിലും പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടോ? എന്തെങ്കിലും ഫൺ കാര്യങ്ങൾ, അഡ്വഞ്ചർ പാർക്കോ അങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അന്യാദേശിച്ച അഡ്വഞ്ചർ പാർക്ക് അങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എന്നാലും ഞങ്ങൾ അവിടെ പോകുന്നൊന്നുമില്ല.
ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അഡ്വഞ്ചർ പാർക്കിൽ പോയി കിട്ടിയിട്ടുണ്ട്. അതെ ഗൈസ്, ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നില്ല. വേറെ അടുത്ത ടൈം ഹോളിഡേ ടൈമിൽ പോകാമെന്ന് ഓർത്തു. നിങ്ങൾ എവിടെയും പോകുന്നുണ്ടോ? എന്തെങ്കിലും ഫണ്ണോ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ കമൻറ്റ് ബോക്സ് ഓണാക്കി വെക്കും. പക്ഷേ കമൻറ്റ് കാണിക്കുന്നത് ഡിസ്പ്ലേഡ് നിന്നാണ്. പക്ഷേ ഇനിയും നിങ്ങൾ പേടിക്കണ്ട, ഇനിയും കമൻറ്റ് ബോക്സ് ഓർമ്മ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ അതിൽ ചെറിയൊരു പ്രോബ്ലം ആയിരുന്നു, അതൊക്കെ ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എന്ത് വേണം ചെയ്യാം. സോറി ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നത് ഇയാൾക്ക് നമ്മുടെ പാറുവിന് കളിക്കുവാണ്. അപ്പോൾ കളിക്കുന്നതിന് കളിക്കാൻ വെള്ളം വേണം, അതാണ് ഈ എടുത്തുകൊണ്ട് പോകുന്നത്. ഒന്നും ചെയ്യൂല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിനി കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ പരിസ്ഥിതിയൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ. ഇവിടെ നല്ല മുറ്റമൊക്കെ ഉണ്ട്, നല്ല സ്പേസൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ വീടെന്ന് പറയുമ്പം ഷാബിയത്ത് അൽ മക്കാമാണ് എൻ്റെ വീട്, അല്ലെങ്കിൽ ഷാബിയത്ത് അൽ മക്കാം, സ്ട്രീറ്റ് നമ്പർ 3, വില്ല നമ്പർ 777. ആർക്കെങ്കിലും എന്നെ കാണണോ വരണോ അങ്ങനെ എന്തെങ്കിലും വന്നോ കുഴപ്പമൊന്നുമില്ല. എനി ടൈം ഐ എം ഫ്രീ. ഞാൻ ഈ സമയത്ത് ഈ വെക്കേഷന് വേണമെങ്കിൽ ഈ പബ്ലിക് ഹോളിഡേ വെനസ്ഡേ ആകുമ്പോൾ സ്കൂൾ തുറക്കും. അപ്പം അതുവരെ ടൈമുണ്ട്. അപ്പോൾ മൊരിഞ്ഞ് വരുന്നുണ്ട്, ഫ്രൈ ആയി വരുന്നുണ്ട്. കഴിക്കാൻ വേണ്ടി വെയിറ്റ് ആയിരിക്കുവാണ് നമ്മൾ. അപ്പം പറഞ്ഞ പോലെ കുറച്ച് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം ഇതെൻ്റെ ഫസ്റ്റ് ചാനലായതുകൊണ്ട് എനിക്ക് വലിയ കളിക്കാൻ അങ്ങനെ ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പ്രാവശ്യം കമൻറ്റ് ബോക്സ് ഉറപ്പായിട്ട് ഓണാക്കിയോ. ഓക്കെ, ഒന്ന് പറയണം. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡ്രോയിങ്, കളി, എന്ത് വേണം ചെയ്യാം. അപ്പോൾ ഇതാ ഫ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഫ്രൈ ആയിട്ടുണ്ടെന്ന് നോക്കാം. ലൈക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല മണമുണ്ട്. പിന്നെ പറയാൻ മറന്നുപോയി, ആ 20 സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ നല്ല താങ്ക്സ് ഉണ്ട്. താങ്ക്സ്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എനിക്ക് തന്നെ 552 അങ്ങനെ എന്തൊക്കെയോ വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. ആ വ്യൂവർ ഒന്നും അതിൽ 20% ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളതെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷയം. വ്യൂവേഴ്സ് മാത്രം കൂടുതൽ, സബ്സ്ക്രൈബേഴ്സ് 20 എങ്ങനെയാവുന്നത്? അപ്പോൾ ഇത്രയും വ്യൂവേഴ്സ് കാണുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നതല്ലാന്ന് അതിൻ്റെ അർത്ഥം. ഞാനൊന്ന് ജസ്റ്റ് ജോക്കിന് പറഞ്ഞ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഈ 20 പേര് തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ കാര്യങ്ങൾ, എന്തെങ്കിലും ലൈഫ് സ്റ്റോറി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്ത് വേണം ചെയ്യാം കേട്ടോ. അപ്പോൾ തുടങ്ങി അത് കരിഞ്ഞിട്ടുണ്ടെന്ന് ഫ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ചായയുടെ ഒക്കെ കൂട്ടത്തിൽ നല്ല മുറിഞ്ഞത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ല മുരിഞ്ഞായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം. ഗൈസ്, ഭയങ്കര ചൂടാണത്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് ബർത്ത്ഡേ അല്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്യുക. വളരെ ഈസി റെസിപ്പീസ് ആട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ അടിച്ചാൽ ബൈ.